ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹൈൻഡ് ആൻഡ് ഇൻ ദ ബാക്ക് ഓഫ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ബിഹൈൻഡും ഇൻ ദ ബാക്ക് ഓഫ് ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോൾ കോൺവേഴ്സേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ബിഹൈൻഡും ഇൻ ദ ബാക്ക് ഓഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പൊതുവേ വലിയ ഡിഫറൻസ് ഒന്നും രണ്ടും തമ്മിലില്ല. ഫോർ എക്സാമ്പിൾ, ബിഹൈൻഡ് നമ്മൾ പറയുന്നത് എന്തിൻ്റെങ്കിലും പുറകിൽ എന്നുള്ളതിനാണ്. ഇപ്പോൾ പറയാണ് മൈ ഹൗസ് ഈസ് ബിഹൈൻഡ് ദ സ്കൂൾ. സ്കൂളിന് പുറകുവശത്തായിട്ടാണ് എൻ്റെ വീട്. അത് തന്നെ നമുക്ക് മൈ ഹൗസ് ഈസ് ഇൻ ദ ബാക്ക് ഓഫ് ദ സ്കൂൾ എന്ന് പറയാം. സ്കൂളിന് പുറകുവശത്തായിട്ടാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇതാര് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. കൂടുതലും UK ഇംഗ്ലീഷിൽ ബിഹൈൻഡ് ആണ് അവരുടെ കോൺവേഴ്സേഷൻസിൽ അവർ യൂസ് ചെയ്യുന്നത്. അതേസമയം അമേരിക്കൻസ് ഇൻ ദ ബാക്ക് ഓഫ് ആയിരിക്കും അവരുടെ കോൺവേഴ്സേഷൻസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇൻ സർട്ടൻ കേസസ് നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ചെറിയ ഡിഫറൻസ് ഒക്കെ അറിയാം. പക്ഷെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ബിഹൈൻഡിന് പകരം ഇൻ ദ ബാക്ക് ഓഫ് ഉപയോഗിക്കാം. പക്ഷെ അത് അമേരിക്കൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നു, ബിഹൈൻഡ് UK കാരും ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്.